ഇന്ന് കുമ്പളങ്ങ മോര് കാച്ചിയതാണ് ഞാൻ ഉണ്ടാക്കണത്. പാല് കാച്ചി ചൂടാറിയതിന് ശേഷമാണ് ചിലരൊക്കെ അത് ചൂടാറിനേക്ക് മുമ്പ് ഉറൊഴിക്കുമെന്ന് പറയണേക്കാം. ഞാൻ ശരിക്കും ആറിയതിന് ശേഷം ഉറൊഴിക്കാറുള്ളൂ. കുറച്ച് തൈര് ഒരു ചില്ലുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അത് ഒന്ന് ചിറ്റിച്ചെടുക്കുക. അത് കംപ്ലീറ്റ് അത് ചുറ്റും ആക്കണം. പയ്യൊന്ന് ഇളക്കി അങ്ങനെ തന്നെ അവിടെ അടച്ച് വെച്ചാൽ മതി. നല്ല കട്ടത്തൈര് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ഉലുവ ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കുക, പച്ചമുളക് ഇടാം, വേപ്പില ഇടാം. എല്ലാം മുരിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചത് ഇട്ട് വരട്ടിയെടുക്കും. ശരിക്കും വെളിച്ചെണ്ണ തെളിയുന്ന വരെ ഇത് വരട്ടാം. അതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് ആ വെള്ളത്തിൽ തന്നെ അത്രയും വെള്ളം മതി. അതിനകത്ത് ഉപ്പ് കൂടി ചേർത്ത് വറ്റിച്ചെടുക്കാം. കട്ടത്തൈര് ഒരു കലത്തിലിട്ട് ഇതങ്ങോട്ട് കടകോലിന് കലക്കിയെടുക്കണം. പണ്ടൊടിങ്ങുള്ള കടകോലാണ് ഇവിടെ. ഞാൻ എന്ത് ഇതാണ് ചെയ്യണത്. എനിക്ക് മിക്സിയിലിട്ട് അടിക്കണത് താല്പര്യമില്ല. നന്നായിട്ട് അങ്ങോട്ട് കലക്കിയിടുക. എണ്ണ മാറ്റണ്ട, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ലിറ്റർ പാലിന് ഉറവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ തേങ്ങ പിഴിഞ്ഞെടുക്കും. അരക്കാറില്ല. അരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കാരണം അത് നേരത്തെ ഇവിടെ അങ്ങനെ ചെയ്യുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് പയ്യ റൗണ്ടിൽ വലത്തോട്ട് തന്നെ ഞാൻ ഇളക്കുള്ളൂ കേട്ടോ. അതിനുശേഷം അത് തിളങ്ങനെ വരാൻ പോകുമ്പോൾ തന്നെ ഈ തൈര് കടഞ്ഞത് ഒഴിക്കാം. ഇത് തിളക്കരുത്. തിളച്ച് കഴിഞ്ഞത് പിരിഞ്ഞു പോണ പോലെ തോന്നും. ചെറിയ തീയിൽ അതൊക്കെ റൗണ്ടിൽ ചട്ടകം കൊണ്ട് ഇളക്കി വെക്കാം. അതിന് ശേഷം ചുമന്നുള്ളി, ഉണക്കമുളക്, വേപ്പില ഇതെല്ലാം താളിച്ച് ഇതിൻ്റെ മീതെ ഒഴിക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നല്ല ടേസ്റ്റായിരിക്കും. ബീഫ് കറിയും മോര് കറിയും കൂടി കൂട്ടി ചോറ് കഴിക്കാൻ.